ഹായ് ഓൾ. ഇന്നൊരു വ്ളോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വ്ളോഗ് എടുത്ത് അങ്ങനെ മുൻപരിചയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായ താളപ്പിഴകൾ ഇതിനകത്ത് കാണും. കോളിഫ്ലവർ ബജിയും കുറച്ച് ടൊമാറ്റോ സോസും ഒരു വൈകുന്നേരത്തെ കാഴ്ചയാണ് കേട്ടോ ചെയ്യാമെന്ന് വിചാരിച്ചാൽ. എല്ലാവരും നോർമലി വീഡിയോസ് എടുക്കുന്ന കണക്കാണ് ഇതൊക്കെ കാണിക്കുകയും പൊലിപ്പിക്കുകയൊക്കെ വേണമെന്നുള്ള ഭയങ്കര ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടാക്കി വെക്കുന്നത് മാത്രമേ ഇവിടെ അറിയാൻ പറ്റുള്ളൂ, ഇതൊന്നും കാണിക്കാൻ പറ്റും എന്നുള്ള തോന്നലില്ലായിരുന്നു. എങ്ങനെ നിങ്ങളെല്ലാവരും മഴയൊക്കെ പിടിച്ച് വല്ല സ്നാക്സൊക്കെ ഉണ്ടാക്കി ആ ഒരു മടിയോടുകൂടി നിൽക്കുന്ന സമയമായിരിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ ദുരിതങ്ങളായിരിക്കും. സോ മഴക്കെടുതിയിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും നമ്മളെല്ലാവരും ദൈവം കാക്കട്ടെ. അതെന്തോ ഇവിടെ പറയണം എന്ന് തോന്നി. സോ ഞാൻ ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ കോളിഫ്ലവർ ബജിയായിരുന്നു. അപ്പോൾ ടൊമാറ്റോ നമുക്കറിയാമല്ലോ സോസ് ഉണ്ടാക്കാനായിട്ട്. നോർമലി പല വീഡിയോകളും കാണാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനും പല വീഡിയോയും എടുത്ത് നോക്കാറുണ്ട്. എന്തെങ്കിലും ചെറിയ ചെറിയ ഫ്ലേവറുകൾ ആഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഓക്കെ ഞാൻ വെക്കുന്നത് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി 2, 3, 4 തവണയൊക്കെ വെക്കാൻ എടുക്കുമ്പോൾ വീണ്ടും വീണ്ടും അറിയെങ്കിൽ കൂടുതലും വീഡിയോ കാണുക എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയൊരു ഇതുള്ളൊരു കാര്യമാണല്ലോ. ആരെങ്കിലും പുതിയ വീഡിയോസ് ഇട്ടിട്ടുണ്ടോ, എന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും പൊടിക്കൈകൾ അതിനകത്ത് ഉണ്ടാകുന്നൊക്കെ നോക്കി. അപ്പോൾ ടൊമാറ്റോ അതുപോലെ തന്നെ ഒണിയൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു പട്ടയും ഒരു 3-4 ഗ്രാമ്പു നാടനാണ് കേട്ടോ. എടുത്തേക്കുന്ന കുക്കറിൻ്റെ അടപ്പ് വേറെയാണ്, കുക്കർ വേറെയാണ്. എന്തായാലും വർക്കിംഗ് പ്രോസസ്സ് ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്ത കോളിഫ്ലവർ തിളച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിനു വേണ്ടി എടുത്ത ബാറ്റർ എന്ന് പറയുന്നത് 3-4 ടൈപ്പ് ഓഫ് മാവുകളായിരുന്നു. ഒന്ന് കോൺഫ്ലവർ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ എന്താ അതിനെ പറയുക, കോൺഫ്ലക്സ് ആണോ കോൺഫ്ലവർ ആണോ, കോൺഫ്ലക്സ്, ഓക്കെ. അപ്പോൾ കോൺഫ്ലക്സ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ മൈദാമാവ് ഉണ്ടായിരുന്നു, അരിമാവ് ഉണ്ടായിരുന്നു, കടലമാവ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാശ്മീരി ചില്ലിയും അതേപോലെ തന്നെ നമ്മുടെ അത് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും. എനിക്ക് ഈ പൊടികളും അതും ഇതൊക്കെ തമ്മിൽ പേരുകളൊക്കെ തമ്മിൽ മാറിപ്പോകും, ഇന്ന സാധനങ്ങളാണെന്ന് അറിയാം. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു മല്ലിച്ചപ്പും കൂടെ അരിഞ്ഞ് വരിയിട്ട് ഉപ്പും വരിയിട്ട് ഇത് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ വളരെ വിറ്റ്. കാര്യം ഞാൻ ഇപ്പോൾ മിക്സ് ചെയ്യാൻ എടുത്താലും വെള്ളം കൂടിപ്പോവും. അപ്പോൾ എനിക്കിങ്ങനെ അങ്ങനെയൊന്നുള്ള ഇതെനിക്കറിയില്ല. അപ്പോൾ ഞാനതിനെ ഒരു പരുവത്തിന് ആക്കി കൂട്ടി എടുക്കുന്നതാണ്. എങ്കിലും വെള്ളം കൂട്ടാണ്ടൊക്കെ ലാസ്റ്റ് എടുത്ത്, വെള്ളം കൂട്ടണമെങ്കിൽ പിന്നെ കുറച്ച് അരിമാവ് ഇടും. പക്ഷേ ഈ 4 മാവും കൊണ്ട് മിക്സ് ചെയ്തിരുന്നുകൊണ്ട് നല്ല ക്രിസ്പിയായിട്ട് കിട്ടും കേട്ടോ. ഈ ചക്ക വീണ്ടും മുയൽ ചെത്തുമെന്ന് കേട്ടിട്ടില്ലേ, അമ്മാതിരിയാണ് എൻ്റെ പാചകങ്ങളൊക്കെ. എന്തോ ലാസ്റ്റ് എന്തായാലും ഞാൻ ഒപ്പിച്ചെടുക്കാറുണ്ട്. പിള്ളേരത് തിന്നിട്ട് കൊള്ളാമെന്ന് പറയാറുണ്ട്. പിന്നെ എൻ്റെ കൊച്ചുങ്ങളായതുകൊണ്ടാണ് എന്തോ കൊള്ളാമെന്ന് പറയണം. വേറെ ഏതെങ്കിലും കൊച്ചുങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഇതിൻ്റെ കൊള്ളൂലെന്ന് ചുമ്മാട്ടാ. അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ടൊമാറ്റോ അരിക്കണം, അത് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചപ്പം എൻ്റെ വീഡിയോഗ്രാഫർ ഭയങ്കര തിരക്കിലായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊരിച്ച് വെച്ചേക്കുന്ന സാധനങ്ങൾ തിന്നണ്ടേ, അതാദ്യം ഒരു ഭൂരിഭാഗത്തോളം തീർത്ത് വെച്ചിട്ട് വേണം നമുക്ക് ടൊമാറ്റോ സോസും കൂടെ കൂട്ടി കഴിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊക്കെ ചെറിയ മടിയാണ്. ഞാൻ തന്നെ പിന്നെ അവസാനം ക്യാമറ ഒറ്റയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റേതായ താളപ്പിഴകളുണ്ട്. സോ പിന്നെ പുള്ളിക്കാരത്തി വന്ന് കുറേ ഡയലോഗ് ഓടിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് എപ്പോഴും ഒന്ന് കരിയുണ്ടായിട്ടോ. കാര്യം കുഞ്ഞു വന്ന് എന്നെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. സോ ഈ വോയിസ് ഓവർ എത്രത്തോളം വ്യക്തമാണെന്നുള്ളത് എനിക്കറിയില്ല. പുറത്ത് നല്ല മഴയുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ നേരിയ സ്വരത്തിലാണ് ഞാനിത് പറയുന്നത്. അറിയാലോ, മഴ മാനത്ത് കണ്ടാൽ നമുക്കൊക്കെ ജലദോഷം, തുമ്മൽ, അങ്ങനെയുള്ള കുറേ അവസ്ഥകൾ. അപ്പോൾ വെള്ളത്തിൽ തന്നെ നിൽക്കുന്ന ആളുടെ അവസ്ഥ എന്ന് പറയണോ. അപ്പം ഞാനിതൊക്കെ പൊരിച്ചൊക്കെയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു പരുവത്തിനൊക്കെയാണ് മാവാക്കി വെച്ചേക്കുന്നത്. മൊത്തത്തിൽ സാധാരണ ബജി ഉണ്ടാക്കുമ്പോഴത്തേക്കും ആൾക്കാർ ഇതിനകത്ത് മുക്കിയിട്ടാണ് ഇടാണ്. ഞാൻ അങ്ങനെ അല്ലെന്ന് തോന്നുന്നു. അങ്ങനെയല്ലേ, ആയിരിക്കാം. ഞാൻ എന്ത് ചെയ്യും, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വല്ലാത്തൊരു പരുവത്തിലാക്കി കുഴച്ചങ്ങിടുക ചെയ്യുന്നത്. അത് എനിക്ക് എളുപ്പപ്പണി അതാണ് കേട്ടോ. പിന്നെ ഈ പാത്രം നിങ്ങളാരും കുറ്റം പറയണ്ട. കാര്യം ഇത് 2 ചീനിച്ചട്ടി, 3-4 ചീനിച്ചട്ടി ഒരുമിച്ചാണ് ഞാൻ വാങ്ങിച്ചത്. അതിൽ ഈ കൂടുള്ള ചീനിച്ചട്ടിക്കൊപ്പം തന്നെയാണ് കേട്ടോ ഇത് വാങ്ങിച്ചത്. പക്ഷേ ഇതിനകത്ത് ഓയിലിൻ്റെ തന്നെ കറയാണ് പിടിക്കുന്നത്. നമ്മൾ എത്ര വൃത്തിയായിട്ട് കഴുകി കഴിഞ്ഞാലും അത് വൃത്തിയാകത്തില്ല. അത് പൊരിപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നൊരു ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞു വന്ന് ഫുഡ് എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്നത്. അത് ചൂടോടുകൂടി കഴിക്കാമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ക്യാമറാമാൻ്റെ കൈ ഇടയ്ക്കിടയ്ക്ക് അതിനകത്തോട്ട് നീളുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ ഇടയിൽ അരച്ച് വെച്ച ടൊമാറ്റോ ഞാൻ വീണ്ടും ഇതിലോട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ഈ ടൊമാറ്റോ വേവിക്കുന്ന പോലെ തന്നെ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉപ്പ് ഞാൻ പിന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എന്താ നമ്മുടെ വിനീഗർ ഒഴിച്ചിട്ടുണ്ടായിരുന്നു.
കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്തൊരു ഈ ഒരു ചുമന്ന ഒരു പാടാണെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരും. ഇതെല്ലാം കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ടായിരുന്നു. ഇത് എങ്ങനെ ഇതിൻ്റെ പ്രോസസ്സ് പറഞ്ഞു തരിക എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ തുടക്കക്കാരിയല്ലേ, അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കുകൾ കാണാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. സോ ഈ പാട ഇങ്ങനെ പൊങ്ങി വരുന്ന സാധനത്തിന് എന്തോ ഒരു ചവർപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുഞ്ഞെൻ്റെ അടുത്ത് എനിക്കതിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഇഷ്ടമല്ല. അതിന് ടൊമാറ്റോ സോസ് ഞാൻ വലുതായിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യത്തില്ല. വേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ടൊമാറ്റോയുടെ മണം ഇങ്ങനെ അടിക്കുമ്പോൾ എനിക്കെന്തോ ഒരു ഫീലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് അപ്പം ഇരുന്ന് ഞാൻ മണത്ത് നോക്കത്തൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാണ് ഞാനിത് ടേസ്റ്റ് ചെയ്ത് തണുത്താറി ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുക. പക്ഷേ കൊള്ളാമായിരുന്നു. പിന്നെ വിനാഗിരിയുടെ കുറച്ചുകൂടെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ അധികം ഞാൻ ലാസ്റ്റ് ഒന്ന് വെത്തിയിട്ടുണ്ടായിരുന്നു. വെത്തി ഒരു തിളപ്പിച്ച് മൂടി വെച്ചു. ഇതിനും പൊരിപ്പും ഒക്കെ കൂടെ ഒരുമിച്ച് നല്ലൊരു വീഡിയോസ് എടുക്കണം എന്നാണ് കരുതിയത്. പക്ഷേ പറ്റിയില്ല. അവസാനം കിട്ടിയ ഫോട്ടോ ഇതാണ്.